വെരി വെരി ഹാപ്പി. അതപ്പം ഓരോ ആൾക്കാരുടെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹൗ ഡിഡ് ദേ ഫീൽ അബൌട്ട് ഇറ്റ്. ലൈക്ക് നല്ല റെസ്പോൺസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ എക്സ്പീരിയൻസ് നല്ല ഡിഫറെൻ്റ് ആണ്. ലൈക്ക് യു മസ്റ്റ് ഹവ് ഹാഡ് ദ എക്സ്പീരിയൻസ് ഇസ് റിയലി ഡിഫറെൻറ്റ്. കണ്ടോ? നിങ്ങൾ പറയൂ ആക്ച്വലി വാട്ട് എക്സ്പീരിയൻസ് ഒരു ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ഒരു മോഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ നല്ലൊരു മലയാളത്തിൽ കണ്ടു വെച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അത് തന്നെയാണോ? എല്ലാവരും കണ്ടായിരുന്നു. താങ്ക് യു. നമ്മൾ ഫോറസ്റ്റ് ഭാഗങ്ങളൊക്കെ ഇവിടെ മറ്റേ ചെമ്മീരി ഡാമിൻ്റെ അടുത്തല്ലേ, അവിടെ ഒരു ഡാമും റിസർവോയറും ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റേ ഏരിയയിലാണ് അവിടെ ഉണ്ടല്ലേ. ഞാൻ അറിഞ്ഞില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ അവിടെ ഉണ്ടെന്ന് ഞാൻ ഷൂട്ടിംഗ് ഇതിന് എന്താ പറയുക, എൻഡിങ് പോലും പ്രോപ്പർ എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല. വേണ്ട അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവാം ഒരു ലെവലിലാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്ലാനുകൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഓപ്പൺ എൻഡഡ് ആയിട്ട് വിടാൻ തന്നെയായിരുന്നു പ്ലാൻ ആദ്യമേ തൊട്ടില്ല. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സീക്വലിന് അങ്ങനെ പ്ലാനൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഒരു ജോണർ പരീക്ഷിക്കണം എന്ന് തോന്നിയത് എന്തായിരുന്നു ഇൻസ്പിറേഷൻ? എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു ജോണർ പരീക്ഷിക്കണം ഇതൊരു ചെയ്തിട്ടില്ലാത്തൊരു? പ്രൈമറി സൈജോറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു. ബിക്കോസ് ലെജൻഡറി എഡിറ്റർ, ടെക്നീഷ്യൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടറൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഫിലിമിനും ആകാൻ പറ്റുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത്. ഈ ജോണർ അതായത് ജസ്റ്റ് ഒരു ബോണസ് ആയിരുന്നു. അപ്പോൾ അതറിഞ്ഞപ്പോൾ വാസ് എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ്. അറിഞ്ഞപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. ഐ തിങ്ക് മലയാളത്തിൽ യെസ് ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ പെടുന്ന കുറച്ച് പടങ്ങൾ നേരത്തെയും ഒരു പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുള്ളി ഫൗണ്ട് ഫുട്ടേജ് ആണ്. വേറൊരു പടം പക്ഷേ ഒരു വളരെ ഇൻഡിപെൻഡൻറ്റ് ഫിലിമായിട്ടുള്ള വേറൊരു ഫിലിമായിരുന്നു വിച്ച് വാസ് ഫൗണ്ട് ഫുട്ടേജ്. പക്ഷേ ഒരു കമേഴ്ഷ്യൽ റിലീസ്, ഒരു മെയിൻ സ്ട്രീം റിലീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്കെയിലൊരു ഫൗണ്ട് ഫുട്ടേജ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആണ്. സോ മസ്റ്റ് വാച്ച് പ്രോ കണ്ടാണല്ലോ. അപ്പോൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നതിൻ്റെ ഒരു ഇതല്ല, ഒരു എക്സ്പീരിയൻസ്. ഒരു പ്ലോട്ട് ഹെവി ഫിലിം അല്ല, അതിലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് ആ പടത്തിൻ്റെ ഒരു യുഎസ്പി. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ? ഒരു ക്യൂട്ട് അല്ലെങ്കിൽ നോർമൽ കാമുക ലെവലിലാണ് ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കഥാപാത്രമായിരുന്നു. ഇതാ പ്രേക്ഷകർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനത്തെ കണ്ടുള്ള? എല്ലാ സീനും ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് പീപ്പിൾ ആർ ആക്സെപ്റ്റിംഗ്. നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോൺസ് വരുന്നത്. നമ്മുടെ പെർഫോമൻസ് ആണെങ്കിലും മൂവി വൈസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും നല്ല രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ ബിഗ് ഡേ, ബിഗ് വിൻ. താങ്ക് യു. നമ്മുടെ ഡയറക്ടർ മേ ബി യു ക്യാൻ ആസ്ക്. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ? ഒരുപാട് എക്സ്പെക്ടേഷൻ, പല റെസ്പോൺസുകൾ വരുന്നത്. നമ്മൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ജോണേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ പരീക്ഷണമാണല്ലോ. അതെ. എത്രത്തോളം പേടിയുണ്ടായിരുന്നു? അല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താണ് ഇത്രയും മൂവിങ് ക്യാമറ ഒക്കെ ആയതുകൊണ്ട് അത് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കുമല്ലോ. അത് എങ്ങനെയാണ് ആൾക്കാർക്ക് എടുക്കുക എന്നുള്ള അതിലായിരുന്നു പേടിയല്ലേ പടം. ഇതിന് ഇങ്ങനൊരു ഇത് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? പറയുന്നത് തുടക്കമൊന്നുമില്ല, എൻഡിങ്ങും അങ്ങനെയല്ല, അങ്ങനത്തെ ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഇങ്ങനെ കുറച്ച് ഓപ്പണൻ്റായിട്ടും കുറച്ച് ചിന്തിച്ച് കാണേണ്ട പടം എടുക്കണം എന്നുള്ളൊരു ഒരു പോപ്കോൺ സിനിമ അല്ലാതെ അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ വേണ്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു ജോണർ ചെയ്യുന്ന സമയത്ത്? മൈൻഡിൽ പല കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അതെ അതെ. ഒബ്വിയസ്ലി സൈജുവിന് നല്ല ക്ലാരിറ്റി ഉണ്ട് എങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു റൈറ്റർ എന്നുള്ള രീതിയിലാണെങ്കിലും എനിക്ക് ആദ്യമായിട്ടല്ലോ ഫൗണ്ട് ഫുട്ടേജ് ജോണറിൽ നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പം നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് ചെയ്യുന്നതായിരുന്നു. ഇങ്ങനൊരു സിനിമ ഇറങ്ങുമ്പോൾ പോലും അതായത് നല്ലൊരു ദിവസമാണ് എങ്കിൽ പോലും ഇത് അഭിനയിച്ച ഒരു ആൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇതിൽ ഇങ്ങനെ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമയ്ക്കെതിരായിട്ട് അത് കറക്റ്റ് ദിവസം തന്നെ ഇങ്ങനെ നമ്മളത് രാവിലെ അതിന് നമ്മൾ എന്താ പറയുക വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇനിയും അത് എനിക്ക് എന്താ പറയുക ഈ ഒരു സമയത്ത് പോലും ഇനി അത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്കില്ല. അതെങ്ങനെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഗ്രൂപ്പായിരുന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കും. നിയമപരമായിട്ട് തന്നെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. ശരി.